അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റാണ്. നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതായത് റവയും പഞ്ചസാരയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സ്വീറ്റ് നമുക്ക് കുറച്ച് കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ റവയാണ്, വറുത്ത റവയൊന്നുമല്ല. ഇത് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്കായിട്ട് 2 കപ്പ് പഞ്ചസാര. അപ്പോൾ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അത്ര തന്നെയാണ് പഞ്ചസാര എടുത്തത്. പിന്നെ കുറച്ച് ഏലക്കയും കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്വീറ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് നാരങ്ങ മിഠായും അതുപോലെ തന്നെ കറുത്ത റൈസിൻസും പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ച് ഗീ വേണം. ഇനി ആദ്യമായിട്ട് പാനിലേക്ക് ഞാനൊരു 2 സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും അതുപോലെ റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ അതുകൂടി കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്വീറ്റിന്. അപ്പോൾ ഞാൻ ഇതിൽ ചെറിയുള്ളി ചേർക്കുന്നില്ല. അപ്പോൾ ചെറിയുള്ളി കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ ഒരു സെയിം ഗീയിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ റവ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 10 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് അതിൻ്റെ ഒരു പച്ചച്ചോവ മാറാതെ പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കുന്ന ആ ഒരു അനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. നല്ല കട്ടിക്ക് വേണമെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി അതിലേക്ക് ഗ്രാമ്പൂ ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമ്പൂൻ്റെ ഏലക്കേൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഈ ഒരു സ്വീറ്റിലേക്ക് വരണമെങ്കിൽ നമ്മളിത് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കിതുപോലെ പൊടിക്കാതെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടിച്ച് ചേർക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇത് കുട്ടികൾക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് വരട്ടെ. ഇനി തണുത്ത് വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലും കുറച്ച് ചെറിയ പ്ലേറ്റ് മതി ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ. അപ്പോൾ എൻ്റെ അടുത്ത് കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനൊരു വലിയ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഗീ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതൊരു സിറപ്പായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഒറ്റനൂൽ പരുവത്തിലുള്ള ഒരു സിറപ്പായിട്ട് നമുക്കിത് കിട്ടണം. അതുകൊണ്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ ഇതുപോലെ കയ്യിൽ കുറച്ച് ആക്കിയിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒട്ടിപ്പിടിക്കുന്നില്ല ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ജസ്റ്റ് ഒരു നൂൽപ്പരുവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി ഞാൻ ചെയ്യാൻ കാരണം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പാടെ പെങ്ങൾ, അതായത് പൂത്താത്ത എന്ന് ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ പൂത്താത്ത ഇതിൽ നല്ലൊരു സ്പെഷ്യലിസ്റ്റാണ്. നന്നായിട്ട് തന്നെ തരിയുറപ്പിച്ചത് ഉണ്ടാക്കും. അപ്പോൾ പൂത്താത്ത ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അവർ വരാൻ ലേറ്റായി, രാത്രിയിൽ ക്ലിയർ ഉണ്ടാവില്ലെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഇനിയുള്ളത് ചെയ്യുന്നത് പൂത്താത്തയാണ്. അപ്പോൾ ഈ ഒരു പാനിൽ നിന്ന് ഇത് വിട്ട് വരുന്ന പരുവാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ ഏകദേശം റെഡി ആവാറായിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ റൈസിൻസും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വെറും പഞ്ചസാരയും റവയും വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ നമ്മൾ റവ തൂക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മളിത് സ്പാച്ചില വെച്ചിട്ട് ചെയ്യുന്നതിന് പകരം പ്ലേറ്റ് തന്നെ നമ്മളിതുപോലെ
ഇളക്കി കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് നല്ലൊരു കറക്റ്റ് പെർഫെക്ഷനിൽ ഇത് കിട്ടുക. അല്ലെങ്കിൽ ഈ ഒരു സ്പാച്ചുലയിൽ ഇത് ഒട്ടിപ്പിടിക്കുകയാണ് ചെയ്യുക. അതിന് പകരം ഈ പ്ലേറ്റ് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കുറച്ചൊരു സമയം ലേറ്റായി പോയിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട്. ഇനി ഇതൊന്ന് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർണിഷ് ചെയ്യാൻ എന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൂടി ചേർത്ത് മുകളിൽ സെറ്റാക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് നന്നായി പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അതിന് മുമ്പായിട്ട് നമ്മൾ ഏതെങ്കിലും ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഡയമണ്ട് കട്ടിലോ അതുപോലെ നിങ്ങളുടെ കയ്യിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതൊരു പേപ്പറിലോ അതുപോലെ എന്തെങ്കിലും പ്ലേറ്റ്സിലോ അങ്ങനെ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ കമഴ്ത്തി വെച്ചതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കിത് ഈ ഒരു പ്ലേറ്റ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചൂടാറുന്നത് വരെ നമ്മൾ പ്ലേറ്റ് നേരത്തെ ഉള്ളതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ ഇതിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ഇതുപോലെ കമഴ്ത്തി വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിന്ന് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇളക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈകൊണ്ട് പെട്ടെന്ന് ഇളക്കിയെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ വര വെച്ച് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ ഒരു ചുവന്ന നിറത്തിലൊരു സബ്സ്ക്രൈബ് എന്ന് എഴുതിയത് കാണാം, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അതിൽ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയും. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്